അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തു. ഇൻഷാ അല്ലാഹ് നമ്മളിന്നിവിടെ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ ഫിഖ്ഹ് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അതായത് 2021 ഇതുപോലുള്ള ഒരു വാർഷിക പരീക്ഷയ്ക്ക് നടന്ന ചോദ്യപേപ്പറാകുന്നു. ഇതിലെ പല ചോദ്യങ്ങളും വീണ്ടും പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതിനാൽ ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ ഇതെല്ലാം നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഞാനിവിടെ പറയുന്നൊരു രൂപം എന്ന് പറഞ്ഞാൽ, ആദ്യം ചോദ്യം വായിക്കും. ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങളതിൻ്റെ ഉത്തരങ്ങൾ നോട്ട് ചെയ്യുക. അങ്ങനെ പിന്നീട് ഞാനതിൻ്റെ ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്ത ഉത്തരം എത്രത്തോളം കറക്റ്റാണ് എന്നത് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക. ഇൻഷാ അല്ലാഹ്. ചോദ്യം 1, യോജിപ്പിക്കാം. കൂടിയാൽ 8 റക്അത്താണ്. ഓപ്ഷൻ താഴത്ത് 6 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്വലാത്തുൽ തസ്ബീഹ്, സ്വലാത്തുൽ ഐദൈനി, സ്വലാത്തുൽ വിത്ർ, സ്വലാത്തുൽ കൗസഫൈനി, സ്വലാത്തുൽ ളുഹ, സ്വലാത്തുൽ തറാവീഹ്. ഏത് നിസ്കാരമാണ് കൂടിയാൽ 8 റക്അത്ത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്താകുന്നു. ഏത് നിസ്കാരമാകുന്നു പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്ത്? പൂർണ്ണമായതല്ല, പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്ത് ഉള്ള നിസ്കാരം ഏത്? അതായത് മിനിമം പൂർണ്ണത, അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം. 4 20 റക്അത്തുള്ള നിസ്കാരം. 5 ഹിജ്റ 2ാം വർഷം സുന്നത്താക്കപ്പെട്ട നിസ്കാരം. 6 ഗ്രഹണ സമയത്ത് സുന്നത്താക്കപ്പെട്ട നിസ്കാരം. എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഉത്തരം പറയുകയാകുന്നു. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരം ശരിയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. 6 ചോദ്യങ്ങളാണുള്ളത്. 6 ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതമാണ്. 6ഉം ശരിയാണെങ്കിൽ 6 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചോദ്യം 1ൻ്റെ ഉത്തരം, കൂടിയാൽ 8 റക്അത്തുള്ള നിസ്കാരം. സ്വലാത്തു ളുഹ നിസ്കാരം കൂടിയാൽ 8 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. രണ്ടാമത്തത്, പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്തുള്ള നിസ്കാരം. പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്തുള്ള നിസ്കാരം സ്വലാത്തുൽ വിത്റാണ്. വിത്ർ നിസ്കാരമാണ് പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്ത്. ഇനി മൂന്നാമത്തെ ചോദ്യം, 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരങ്ങളിൽ 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം ഏത് എന്നാണ്. ഉത്തരം സ്വലാത്തു തസ്ബീഹ്. തസ്ബീഹ് നിസ്കാരമാണ് 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം. നാലാമത്തെ ചോദ്യം, 20 റക്അത്തുള്ള നിസ്കാരം സ്വലാത്തു തറാവീഹ്. 5 ഹിജ്റ 2ാം വർഷം സുന്നത്താക്കപ്പെട്ട നിസ്കാരം. സ്വലാത്തുൽ ഐദൈനി 2 പെരുന്നാൾ നിസ്കാരം ഹിജ്റ 2ാം വർഷം സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ്. ഇനി വരുന്ന എക്സാമിന് ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ ആയിരിക്കും, പക്ഷേ മറ്റൊരു രീതിയിലായിരിക്കും ചോദിക്കുക. 6 ഗ്രഹണ സമയത്ത് സുന്നത്താക്കപ്പെട്ടത്. ഗ്രഹണ സമയത്ത് സുന്നത്താക്കപ്പെട്ട നിസ്കാരം സലാത്തുൽ കുസൂഫ്. അടുത്ത ചോദ്യം വായിക്കാം. എല്ലാവർക്കും എല്ലാ ഉത്തരം ശരിയാണ് എന്ന് കരുതുന്നു. ഇനി അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ക്ലാസ് ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, സ്പോട്ടിൽ തന്നെ ആൻസർ കിട്ടും. യോജിപ്പിക്കാം. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തം ഏത് രൂപത്തിലുമാണെങ്കിലും ഡാഷ് ഇരുത്തമാണ് അഫ്ളൽ. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തം ഏത് രൂപത്തിലാകാമെങ്കിലും ഡാഷ് ഇരുത്തമാണ് അഫ്ളൽ. അതായത് നിസ്കാരം നാം ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നത്, എങ്ങനെയല്ല, നിന്നുകൊണ്ടല്ല. അങ്ങനെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോൾ ഏത് രൂപത്തിലും ഇരിക്കാം. അവന് എങ്ങനെയാണ് ഇരിക്കാൻ കഴിയുന്നത്, ആ രൂപത്തിൽ അവനക്ക് ഇരിക്കാം. എങ്കിലും ഏത് ഇരുത്തമാണ് ഏറ്റവും അഫ്ളൽ എന്നാണ് ചോദ്യം കേട്ടോ. അതവിടെ പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. 2, മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഡാഷ് ഓതണം. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നിസ്കാരത്തിന് ജമാഅത്ത് തുടങ്ങുമ്പോൾ തന്നെ നിസ്കാരത്തിന് ഇല്ലാത്ത ആൾ, പിന്നീട് വന്ന ആളാണ്, അദ്ദേഹം ആണ് മസ്ബൂക്ക്. അപ്പോൾ മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഡാഷ് ഓതണം. 3, ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് പുരുഷന്മാർക്ക് ഡാഷ് വെച്ചാണ് അഫ്ളൽ. പുരുഷന്മാർക്ക് ജമാഅത്ത് നിസ്കാരം എവിടെ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ എന്നാണ് ചോദ്യം കേട്ടോ. അവിടെ എവിടെയാണെന്നുള്ളത് ആ പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. 4, തഹജ്ജുദിൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം ഡാഷ് നീളമാകലാണ്. അതായത് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ റക്അത്തുകളുടെ എണ്ണം കൂട്ടുന്നതിനേക്കാളും ഡാഷ് നീളലാണ് പുണ്യം. എന്ത് നീളലാണ് പുണ്യം എന്നാണ് ചോദ്യം കേട്ടോ. ഉത്തരം ഞാൻ പറയാം, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. 5, വിത്ർ ചുരുങ്ങിയത് ഒരു റക്അത്തും പൂർണ്ണമായത് ഡാഷ് റക്അത്തുമാണ്. വിത്ർ നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്അത്ത്, പൂർണ്ണമായത് എത്ര റക്അത്താണെന്ന് വെച്ചാൽ മിനിമം പൂർണ്ണത അല്ല, ചുരുങ്ങിയതിൽ പൂർണ്ണത അല്ല കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു 3 ആണെന്ന്. ചുരുങ്ങിയതിൽ പൂർണ്ണമായത് അഖല്ലുൽ കമാൽ 3 ആണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് ചുരുങ്ങിയത് 1 ആണ്, ഏറ്റവും ചുരുങ്ങിയത് 1 ആണ്. ഇനി ഏറ്റവും പൂർണ്ണമായത് എത്ര റക്അത്താണെന്ന് ചോദിച്ചത് കേട്ടോ. എല്ലാവർക്കും ഉത്തരങ്ങളെല്ലാം കിട്ടിയെന്ന് കരുതുന്നു. ഏതാവട്ടെ, ഞാൻ ഉത്തരം പറയുകയാണ്. 2ൽ 1ൻ്റെ ഉത്തരം, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തം ഏത് രൂപത്തിലാകാമെങ്കിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് അഫ്ളൽ. 2ൽ 2, മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഇമാമ് നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പിന്നിൽ ഇല്ലാത്ത മഅ്മൂമ്, പിന്നീട് വന്നതാണ്. ഇമാമ ഫാത്തിഹയൊക്കെ ഓതുമ്പോൾ അല്ലെങ്കിൽ ഓതി കഴിഞ്ഞിട്ടൊക്കെ എത്തിയ ആളാണ്. അപ്പോൾ അയാൾ തക്ബീർ കെട്ടൂലേ, തക്ബീർ കെട്ടി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ എന്താണ് ഓതേണ്ടത് എന്നാണ് ചോദ്യം. അയാൾക്ക് വജ്ജഹത്ത് ഓതാൻ സമയമില്ല. വജ്ജഹത്ത് ഓതുമ്പോഴത്തിന് ഇമാം എന്താവും, അതെ ഇമാമ് റുക്കൂവിലേക്ക് പോകും. അപ്പോൾ അയാൾക്ക് ഫാത്തിഹ ഓതാൻ സമയം ഉണ്ടാവില്ല. ഫാത്തിഹ നിർബന്ധമാണല്ലോ. അപ്പോൾ മസ്ബൂക്കായി വരുന്ന ആൾ മസ്ബൂക്കായി വരുന്ന ആൾ തക്ബീറത്തുൽ ഇഹ്റാം, അത് അല്ലാഹു അക്ബർ എന്ന് കെട്ടിയുടൻ തന്നെ വജ്ജഹത്ത് അല്ല ഓതേണ്ടത്, നേരെ ഫാത്തിഹ ആണ് ഓതേണ്ടത്. ഇനി ഫാത്തിഹ ഓതി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാമ് റുക്കൂയിലേക്ക് പോവുകയാണെങ്കിൽ അവൻ ഫാത്തിഹ പൂർത്തിയാക്കേണ്ടതില്ല, നേരെ റുക്കൂയിലേക്ക് പോയാൽ മതി.
അപ്പോൾ ഫാത്തിഹ ഓതണം എന്നാണ് അവിടെ ഉത്തരം കേട്ടോ. മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതണം എന്നാണ് അവിടെ ഉത്തരം. ഇനി അവൻ ഫാത്തിഹയ്ക്ക് പകരം വജ്ജഹത്തു ആണ് ഓതിയത് എങ്കിൽ അവൻ എന്ത് വേണം? ആ വജ്ജഹത്തു ഓതിയ ആ സമയം ഉണ്ടല്ലോ, ആ സമയം നിർബന്ധമായിട്ടും ഇമാം റുക്കുവിലേക്ക് പോയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അത്രയും സമയം അവൻ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. അല്ലെങ്കിൽ അത്രയും സമയം വേണ്ട എങ്കിൽ അവൻ എന്തായിരിക്കണം? ഫാത്തിഹ ഓതി പൂർത്തിയാക്കണം. ഒന്നെങ്കിൽ അത്രയും സമയം വജ്ജഹത്ത് ഓതിയ സമയം തന്നെ അത്രയും സമയം ഫാത്തിഹ ഓതണം. അപ്പോൾ അവനെന്താവും? ഒരു റക്അത്തും കൂടി നഷ്ടപ്പെടും, അതാണ്ടാവാം. അപ്പോൾ ഒരു റക്അത്തും കൂടി അവൻ എന്ത് ചെയ്യേണ്ടി വരും? ഇമാം സലാം വീട്ടിയതിന് ശേഷം എണീറ്റ് നിസ്കരിക്കേണ്ടി വരും. ഇനി മൂന്നാമത്തത്, ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് പുരുഷന്മാർക്ക് ഡാഷിൽ വെച്ചാണ് അഫ്ളൽ. സിമ്പിളാണല്ലോ അല്ലേ? ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചാണ് അഫ്ളൽ. അപ്പോൾ പള്ളിയിൽ എന്നാണ് ആൻസർ കേട്ടോ. 4, തഹജ്ജുദിൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നൃത്തം നീളുകലാണ്. റക്അത്ത് ഒരുപാട് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? നൃത്തം. ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കുക, അതാണ് പുണ്യം. 5, വിത്ർ ചുരുങ്ങിയത് ഒരു റക്അത്തും പൂർണ്ണമായത് 18 റക്അത്തുമാണ്. 18 റക്അത്താണ് വിത്ർ പൂർണ്ണമായത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്ത്, ചുരുങ്ങിയതിൽ പൂർണ്ണം 3 റക്അത്ത്, ഏറ്റവും പൂർണ്ണം 18. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം, വ്യക്തമാക്കാം. വിത്ർ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയേണ്ടത്. വിത്ർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട്, വിത്ർ എപ്പോഴാണ് നിസ്കരിക്കേണ്ടി? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹ് വരെയുള്ള സമയമുണ്ട് എന്തിന്? വിത്ർ നിസ്കരിക്കാൻ. അപ്പോൾ വിത്ർ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം ഉടനെ പറയേണ്ടത് എന്താണ്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളി. 3-2, പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ടത്. പെരുന്നാൾ നിസ്കാരിക്കുമ്പോഴേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമ്മളിങ്ങനെ നിസ്കാരത്തിൽ 2-3 പ്രാവശ്യം പിന്നെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൈ കെട്ടുമല്ലേ? അപ്പോൾ എന്താ ചൊല്ലേണ്ടത്? അപ്പോൾ ചൊല്ലേണ്ടതാണ്, ഞാൻ പറയാം കേട്ടോ. ചോദ്യം ഞാൻ വായിച്ചിട്ട് അടുത്ത ചോദ്യം നിങ്ങളിപ്പോൾ കിട്ടുമോ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. 3, ചെരിഞ്ഞ് കിടന്നു നിസ്കരിക്കുന്ന രൂപം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന രൂപം. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. 1ൻ്റെ ഉത്തരം, വിത്ർ നിസ്കരിച്ച ശേഷം ചൊല്ലേണ്ടത് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം കേട്ടോ. 2, പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 3, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന രൂപം. ചെരിഞ്ഞു കിടന്നു നിസ്കരിക്കുന്ന രൂപം. നിൽക്കാനും ഇരിക്കാനും കഴിയാത്തവൻ മുഖം ശരീര മുൻവശം ഖിബിലയിലേക്ക് മുന്നിടുന്ന നിലയ്ക്ക് ചെരിഞ്ഞു കിടക്കണം. അപ്പോൾ മുഖം, പിന്നെയോ ശരീരത്തിൻ്റെ മുൻവശം, മുഖവും ശരീരത്തിൻ്റെ മുൻവശവും ഖിബിലയിലേക്ക് മുന്നിടുന്ന നിലക്ക്, അതായത് ഖിബിലിൻ്റെ നേരാക്കിയിട്ട് ചെരിഞ്ഞ് കിടക്കണം. മുഖവും ശരീരത്തിൻ്റെ മുൻവശവും ഖിബിലയ്ക്ക് നേരെ ആക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം? കിടന്നിട്ട് നിസ്കരിക്കാം. അങ്ങനെയാണ് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നതിൻ്റെ രൂപം. അപ്പോൾ വലത്തെ ഭാഗത്തേക്ക് എന്നല്ല, ഖിബിലയുടെ ഭാഗത്തേക്ക് അവൻ എന്ത് ചെയ്യാം? ചെരിയാം, അവൻ്റെ മുഖവും അവൻ്റെ ബോഡിയും, എന്നിട്ട് നിസ്കരിക്കാം. ചോദ്യം 4, 2 വീതം എഴുതാം. അതായത് 4ാമത്തെ ചോദ്യത്തിൽ 2 ക്വസ്റ്റ്യൻ ആണല്ലേ, 2 ക്വസ്റ്റ്യനും 2 ഉത്തരം വീതം നിങ്ങൾ എഴുതണം. ചോദ്യം 1, തുടർച്ച സ്വഹീഹാകാനുള്ള ഷർത്തുകൾ. 2,
സുജൂദ് തിലാവ നിസ്കാരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ഫർളുകൾ. ഉത്തരം ചോദ്യം 1-ൻ്റെ ഉത്തരം തുടർച്ച സ്വഹീഹാകാനുള്ള ഷർത്തുകൾ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ തുടർച്ചയെ കരുതൽ, ഇമാമിനേക്കാൾ മടമ്പ് കാല് കൊണ്ട് മുന്താതിരിക്കൽ, ഇമാമിൻ്റെ പോക്ക് വരവുകൾ മഅ്മൂം അറിയൽ, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ആയിരിക്കൽ. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കുക. പിന്നെയോ ഇമാമിൻ്റെ പോക്ക് വരവുകൾ, അതായത് ഇമാം റുക്കൂയിലേക്ക് പോകുന്നതും സുജൂദിലേക്ക് പോകുന്നതും ഇതെല്ലാം മഅ്മൂം അറിയുക. ഇതൊക്കെ തുടർച്ച, ഒരാളെ തുടർന്ന് നിസ്കരിക്കണമെങ്കിൽ ആ നിസ്കാരം സഹിയാകണമെങ്കിൽ നിബന്ധനകളാണ്. ആൾ സുജൂദുക്കും റുക്കൂക്കൊക്കെ പോകുക നമ്മളെന്ത് ചെയ്യുക, അറിയണം. പിന്നെ ഒരു സ്ഥലത്തായിരിക്കണം ഇമാമും മഅ്മൂമും. ഒരാൾ ഒരു നാട്ടിൽ മറ്റൊരാൾ വേറെ നാട്ടിലാകാൻ പാടില്ല. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ തുടർച്ചയെ കരുതണം. അതായത് തുടർച്ചയെ കരുതണം എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ മഅ്മൂമിൻ്റെ കൂടെ നിസ്കരിക്കുന്നു, ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്നൊക്കെ കരുതുക. പിന്നെയോ ഇമാമിനേക്കാൾ മടമ്പ് കാല് കൊണ്ട് മുന്താതിരിക്കണം. മടമ്പ് കാല് ഇമാമിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വെക്കരുത്. ഓക്കെ, ഇനി അടുത്ത സുജൂദ് തിലാവ. നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഒരുപാട് ആൻസർ പറഞ്ഞു, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. സുജൂദ് തിലാവ നിസ്കാരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ഫർളുകൾ. അതിന് ഉത്തരങ്ങൾ: തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക. അതെന്താണ്? സുജൂദ് തിലാവ അല്ലെങ്കിൽ നിസ്കാരത്തിൽ അതിനുള്ള ഫർളുകളാണ്. തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണം. പിന്നെയോ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? തക്ബീറത്തുൽ ഇഹ്റാം വേണം. എന്തിന്? തിലാവത്ത് സുജൂദിന്. നിസ്കാരത്തിലാണെങ്കിൽ എന്ത് വേണ്ട? തക്ബീറത്തുൽ ഇഹ്റാം ഒന്നും വേണ്ട. 3 ഒരു സുജൂദ് ചെയ്യുക. എപ്പോൾ? നിസ്കാരത്തിലല്ലെങ്കിൽ ഒരു സുജൂദ് ചെയ്യുക. 4 സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടുക. അപ്പോൾ അതിലേതെങ്കിലും 4 എണ്ണമാണ് എഴുതേണ്ടത്. നിസ്കാരത്തിലാണെന്നുണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ടാവുകയില്ല. പിന്നെയോ സലാം വീട്ടുകയില്ല. സലാം വിട്ട് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞില്ലേ? ഇപ്പോൾ നിസ്കാരത്തിൽ അല്ല തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നത്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ തിലാവത്തിൻ്റെ ആയത്ത് വന്നു, അത് ഓതി അങ്ങനെ നമ്മൾ സുജൂദ് ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോൾ നേരെ സുജൂദ് ചെയ്യാം. പിന്നെയോ ഒരു സുജൂദ് ചെയ്യുക. പിന്നെ തിലാവത്തിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതെന്ന് കരുതണം. തക്ബീറത്തുൽ ഇഹ്റാം വേണം. സലാം വീട്ടണം. ഒന്നും കൂടെ 4 എണ്ണം ഉണ്ട് നിസ്കാരത്തിൽ. അല്ലെങ്കിൽ 4 ഫർളുകളുണ്ട് തിലാവത്തിന് സുജൂദിന്. ഫർള് 1 തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക. 2 തക്ബീറത്തുൽ ഇഹ്റാം. 3 ഒരു സുജൂദ് ചെയ്യുക. 4 സലാം വീട്ടുക. അടുത്തത് ചോദ്യം 5. ഉത്തരം എഴുതാം. മസ്ബൂക്ക് എന്നാൽ ആരാണ് മസ്ബൂക്ക്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞല്ലേ. 2 പുരുഷനായ ഒരു മഅ്മൂം നിൽക്കേണ്ടത് എങ്ങനെ? പുരുഷനായ ഒരു മഅ്മൂം നിൽക്കേണ്ടത് എങ്ങനെ? 3 മഴയെ തേടുന്ന നിസ്കാരം എന്നാൽ എന്ത്?
4 തുടരൽ കറാഹത്താണ് ആരോടെല്ലാം. അതായത് ഓന് ഇമാമായി നിസ്കരിക്കുമ്പോൾ ഓൻ്റെ പിന്നിൽ പോയിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. അത് ആര് ഇമാമ നിൽക്കുമ്പോൾ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. ഞാൻ ഉത്തരം പറയുകയാണ്. മസ്ബൂക്ക് എന്നാൽ ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക്. ഒന്നും കൂടെ, ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ്. ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക്. 2 പുരുഷനായ ഒരു മഅ്മൂം നിൽക്കേണ്ടത് എങ്ങനെ? പുരുഷനായ ഒരു മഅ്മൂം ഇമാമിൻ്റെ വലത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. പുരുഷനായ ഒരു മഅ്മൂം ഇമാമിൻ്റെ വലത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. 3 മഴയെ തേടുന്ന നിസ്കാരം എന്നാൽ എന്ത്? മഴയെ തേടുന്ന നിസ്കാരം എന്നാൽ വെള്ളം ഇല്ലാതാവുകയോ അതല്ലെങ്കിൽ വെള്ളം ഉപ്പ് രസം ആവുകയോ അതല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന സുന്നത്തായ നിസ്കാരമാണ് മഴയെ തൊടുന്ന നിസ്കാരം. അതായത് വെള്ളത്തിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഒന്നെങ്കിൽ വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ നിസ്കരിക്കും, അല്ലെങ്കിൽ വെള്ളം മുഴുവൻ ഉപ്പ് രസമാകുമ്പോൾ നിസ്കരിക്കും, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഉണ്ട് പക്ഷെ ആവശ്യത്തിന് വെള്ളം തികയൊന്നുമില്ല, ചെടിക്കും കൃഷിക്കൊക്കെ നടക്കണം, പിന്നെയോ അങ്ങനെയുള്ള അവസരത്തിൽ മഴയെ തേടി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. 3 തുടരൽ കറാഹത്താണ് ആരോടെല്ലാം? ഫാസിഖ്, മുബ്തദി, വസ്വാസുള്ളവൻ, അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ എന്നിവരെ തുടരൽ കറാഹത്താണ്. ആരെല്ലാം തുടർന്ന് നിസ്കരിക്കലാണ് കറാഹത്ത്? 1 ഫാസിഖ്, ഫാസിഖിൻ്റെ തുടർന്ന് നിസ്കരിക്കരുത്. പിന്നെ മുബ്തദിനെയും തുടർന്ന് നിസ്കരിക്കരുത്. പിന്നെയോ വസ്വാസുള്ളവനെ തുടർന്ന് നിസ്കരിക്കരുത്. അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവനെ തുടർന്ന് നിസ്കരിക്കരുത്. അതൊക്കെ കറാഹത്താ. അതായത് ഓത്തിൽ ചെറിയ തെറ്റുണ്ട്, പക്ഷേ അതുകൊണ്ട് അർത്ഥമൊന്നും മാറാൻ പോകുന്നില്ല. ഇനി അർത്ഥം മാറുന്ന രൂപത്തിൽ തെറ്റുള്ള ആളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. അടുത്തത് വിധി എഴുതാം. അതായത് കറാഹത്ത്, ഫർള് ഐന്, സുന്നത്ത്, വാജിബ്, ഹറാമ് ഇങ്ങനെയുള്ള വിധികൾ അതിൻ്റെ നേരെ എഴുതാം. 1 ഞാൻ ചോദ്യം വായിക്കും, നിങ്ങൾ വിധി കണ്ടെത്തുക കേട്ടോ, പിന്നീട് ഞാൻ പറഞ്ഞുതരാം. 1 തഹിയ്യത്ത് നിസ്കാരം കാരണമില്ലാതെ ഒഴിവാക്കൽ. കാരണമൊന്നുമില്ല എന്നിട്ടും അവൻ തഹിയ്യത്ത് നിസ്കരിക്കാതിരിക്കുക. തഹിയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറി ഉടൻ തന്നെ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഇരിക്കുന്നത് വരെ, പള്ളിയിൽ അവൻ ഇരിക്കുന്നത് വരെയാണ്. അപ്പോൾ കാരണമല്ലാണ്ട് ഒരാൾ തഹിയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ വിധി എന്താ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. പുസ്തകം നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 2 ജുമുഅ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ. ജുമുഅ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണോ ഫർളാണോ എന്താ വിധി എന്ന് ചെയ്താൽ പറയാം.
3 പുരുഷൻ ഒരു വെള്ളി മോതിരം ധരിക്കൽ. പുരുഷന് ഒരു വെള്ളി മോതിരം ധരിക്കൽ എന്താണ്? സുന്നത്താണോ, ഹറാമാണോ, വാജിബാണോ, എന്താണ് വിധി നിങ്ങൾ എഴുതാം. ഇനി ആ ഉത്തരം പറയാം കേട്ടോ. നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരം ശരി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ക്ലാസ് ഒന്നൊരു കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഉത്തരം പറയുകയാണ്. 1ൻ്റെ ഉത്തരം, അതായത് തഹിയ്യത്ത് നിസ്കാരം, പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം. പള്ളിയിൽ കയറിയാൽ ഓട്ടോമാറ്റിക് അവൻ്റെ മേലെ സുന്നത്താ നിസ്കാരമാണ് തഹിയ്യത്ത് നിസ്കാരം. അത് നിസ്കരിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തഹിയ്യത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചിട്ട് നിസ്കരിക്കല. അത് നിസ്കരിക്കാതിരിക്കൽ, പള്ളിയിൽ കയറിയിട്ട് അത് നിസ്കരിക്കാതിരിക്കൽ വിധി കറാഹത്താണ്. 2 ജുമുഅ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ ഫർള് ഐനാണ്. 3 ഓരോ ആളും പേരിൽ എന്താണ് ഫർള് ഐനാണ്, എന്ത് ജുമുഅ നിസ്കരിക്കൽ. 3 പുരുഷൻ ഒരു വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. വെള്ളി മോതിരമൊക്കെ പറ്റുകയാണെങ്കിൽ ധരിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല, സുന്നത്താണ്, കൂലി കിട്ടും. അടുത്ത സമയം എഴുതാമെന്നാണ്. അതായത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയവും വിത്തർ നിസ്കാരത്തിൻ്റെ സമയവും. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ് പെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. പിന്നെ വിത്തർ നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കാരത്തിൻ്റെയും ഫജ്ർ സ്വാദിഖിൻ്റെയും ഇടയിലുള്ള സമയമാണ്. വിത്തർ നിസ്കരിക്കേണ്ട സമയം എപ്പോഴാണ്? ഇശാ നിസ്കാരത്തിൻ്റെയും ഫജ്ർ സ്വാദിഖിൻ്റെയും ഇടയിലുള്ള സമയം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഞാൻ ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. ഇനി അങ്ങനെ കിട്ടാത്തവരെ വിഷമിക്കണ്ട, നിങ്ങൾ ക്ലാസ് ഒന്നുകൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിട്ടോ. കിട്ടാൻ മതി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റത്തിരുത്തലുകൾ, അതല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവുമല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ് എടുക്കേണ്ട രൂപമൊക്കെ നിങ്ങൾ നിർദ്ദേശിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ എടുത്തു നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.